ിലേക്ക് തിരുവനന്തപുരം ആറ്റിങ്ങലിൽ 600 കിലോഗ്രാം കഞ്ചാവ് പിടികൂടിയതിൽ അന്വേഷണത്തിന് പ്രത്യേക എക്സൈസ് സംഘം. അസിസ്റ്റന്റ് കമ്മീഷണർ ഹരികൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിലുള്ള 25-അംഗ പ്രത്യേക സംഘം അടുത്തയാഴ്ച ആന്ധ്രാപ്രദേശിലും കർണാടകത്തിലും പോകും. വിവരങ്ങളുമായി BS അനു ചേരുന്നു. അനു, എന്താണ് അതിന്റെ വിശദ വിവരങ്ങൾ? സനീഷ്, കഴിഞ്ഞ ദിവസമാണ് ആറ്റിങ്ങലിൽ 500 കിലോ കഞ്ചാവ് പിടികൂടിയത്. ഇത് സംസ്ഥാനത്തെ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയായിരുന്നു. ഇതിന് പിന്നിൽ വലിയൊരു റാക്കറ്റ്, പ്രത്യേകിച്ച് ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ചുള്ള ഒരു റാക്കറ്റാണ്. മാത്രമല്ല, സംസ്ഥാനത്തെ ഒട്ടുമിക്ക എല്ലായിടങ്ങളിലും കഞ്ചാവ് സൂക്ഷിക്കാൻ വലിയ ഗോഡൌണുകളടക്കം പ്രവർത്തിക്കുന്നു എന്ന വ്യക്തമായ സൂചനകളും എക്സൈസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിനെക്കുറിച്ച് സമഗ്രമായി അന്വേഷിക്കുന്നതിന് 25-അംഗ എക്സൈസ് സംഘത്തെ ഇപ്പോൾ എക്സൈസ് കമ്മീഷണർ അനന്തകൃഷ്ണൻ നിയോഗിച്ചിരിക്കുന്നത്. എക്സൈസ് തിരുവനന്തപുരം അസിസ്റ്റന്റ് കമ്മീഷണർ ഹരികൃഷ്ണപിള്ളയ്ക്കാണ് സംഘത്തിന്റെ ചുമതല. മാത്രമല്ല, അടുത്ത ആഴ്ച ആന്ധ്രാപ്രദേശ്, കർണാടകം ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് കൂടുതൽ കഞ്ചാവ് എത്തുന്നത്. ഇവിടെ രാജു ഭായ് എന്നറിയപ്പെടുന്ന ഒരു പഞ്ചാബ് സ്വദേശിയാണ് ഇതിന്റെ ഡീലറാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ഇടുക്കി, കണ്ണൂർ, തൃശൂർ, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ എക്സൈസ് ഉദ്യോഗസ്ഥരെയും സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഈ 500 കിലോ കഞ്ചാവിനൊപ്പം കൊണ്ടുവന്ന രണ്ടുപേരെ കസ്റ്റഡിയിലായിരുന്നു. കുൽദീപ് സിംഗ്, കൃഷ്ണ എന്ന് പറയുന്ന രണ്ടുപേർ. ഇവരെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടി അപേക്ഷ നൽകാനും എക്സൈസ് സംഘം തീരുമാനിച്ചിട്ടുണ്ട്. സനീഷ്, ശരി, നന്ദി അനു വിവരങ്ങൾക്ക്. MC കമറുദ്ദീൻ MLA പ്രതിയായ നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുസ്ലിം ലീഗ് നേതൃത്വം മുന്നോട്ട് വെച്ച ഒത്തുതീർപ്പ് വ്യവസ്ഥ അംഗീകരിക്കാനാവില്ല എന്ന നിലപാടിൽ പരാതിക്കാർ. പണം തിരിച്ചു കിട്ടാനായി നേരത്തെ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ അനുഭവം ചൂണ്ടിക്കാട്ടിയാണ് ഇവർ തീരുമാനത്തെ എതിർക്കുന്നത്. ഫാഷൻ ഗോൾഡ് ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ ബാധ്യത പൂർണ്ണമായി കമറുദ്ദീൻ വഹിക്കണമെന്ന മുസ്ലിം ലീഗ് നേതാക്കളുടെ പ്രസ്താവന ചൂണ്ടിക്കാട്ടിയാണ് ഒത്തുതീർപ്പ് വ്യവസ്ഥയെ പരാതിക്കാർ തള്ളിപ്പറയുന്നത്. സ്ഥാപനം പൂട്ടിയതിനു ശേഷം കമറുദ്ദീൻ നൽകിയ ഉറപ്പുകളൊന്നും പാലിച്ചില്ല എന്നതാണ് ഇവരുടെ വാദം. അതുകൊണ്ടുതന്നെ നിയമപരമായ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. നമ്മളെ വേറെ മെമ്പേഴ്സിനെയും ആരും ചേർത്തിട്ടില്ല. ആ 14 പേർ തന്നെയാണ് ഈ ആക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടായത്. മനസ്സിലായോ? അവസാനം അവർക്കാണ് ഈ പയ്യന്നൂരുള്ള ബിൽഡിങ്ങും അതായത് തങ്ങളെ രക്ഷപ്പെടുത്തി എന്നുള്ള നിലയ്ക്ക് അവർക്ക് എഴുതി കൊടുത്തു എന്നാണ് എൻ്റെ ആ ചെറിയ ബുദ്ധിയിൽ പോകുന്നത്. നമ്മൾ വിശ്വസിച്ച് കാശ് കൊടുത്തത് തങ്ങൾക്കാണ്. സ്ഥാപനം അടച്ചുപൂട്ടിയതിനെ തുടർന്ന് നിക്ഷേപകരുടെ പണം തിരിച്ചു കിട്ടുന്നതിനായി രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തികളും നിക്ഷേപകരെ ഒത്തുതീർപ്പ് വ്യവസ്ഥയിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കുന്നു. അംഗങ്ങളുടെ മാത്രം താൽപര്യം സംരക്ഷിക്കാനാണ് ആക്ഷൻ കമ്മിറ്റി ശ്രമിക്കുന്നതെന്നാണ് നിക്ഷേപകരുടെ പരാതി. കമറുദ്ദീൻ കുറച്ചു മുമ്പ് പറഞ്ഞ 4 മാസം കൊണ്ട് തീർക്കുന്നതാണ്. അത് പറഞ്ഞിട്ട് 1 മാസമായിട്ടില്ല. അത് കഴിഞ്ഞിപ്പോൾ മുസ്ലിം ലീഗ് പറയുന്ന 6 മാസമാണ്. അപ്പോൾ കമറുദ്ദീനോടുള്ള വിശ്വാസക്കുറവ് കൊണ്ടാണ് ആൾക്കാർ ഞങ്ങളൊക്കെ കേസ് കൊടുക്കാൻ വേണ്ടി പോയത്. അല്ലാണ്ട് കമറുദ്ദീൻ്റെ ഇപ്പം മുസ്ലിം ലീഗ് ഏറ്റെടുത്ത് ചെയ്യും. അല്ലെങ്കിൽ വേണ്ട, കമറുദ്ദീൻ നമുക്ക് രേഖാമൂലം എന്തെങ്കിലും ഒന്ന് തരട്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ നേരിട്ട രാഷ്ട്രീയ പ്രതിസന്ധിയെ മറികടക്കാനുള്ള പൊടിക്കൈക്കപ്പുറം ജീവിത സമ്പാദ്യം നഷ്ടമായവരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഇടപെടൽ വഴിവെക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ന്യൂസ് 18